അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. ദ എലമെന്റ് എക്സ് ഇൻ ഗ്രൂപ്പ് 17, അതായത് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് 17 ഗ്രൂപ്പ് നമ്പർ 17 എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഷെല്ലുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ ആണ് 17 തന്നിട്ടുള്ളത്. 3 ഷെല്ല് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെയുണ്ട്? കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, അല്ലേ? എം വരെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ആദ്യത്തെ നമുക്ക് എഴുതി തുടങ്ങാം. 1s2, 2s2, 2p6, 3s2. അപ്പം നോക്കിക്കേ, 3 ഷെല്ലുണ്ടെന്ന് പറഞ്ഞു. അപ്പം 3s, 3p, 3d അവിടെ വന്നിട്ടായിരിക്കും നിൽക്കുന്നത്, അല്ലേ? അപ്പം 17 ആണ് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. അപ്പം 17 ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 17 ഗ്രൂപ്പ് നമ്പർ ആണെങ്കിൽ ഒരു കാര്യം അതിൽ നിന്നറിയാം. നമുക്ക് പി ബ്ലോക്ക് എലമെന്റിലാണ് അത് തീരുന്നതെന്ന് അറിയാം, അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ് ആണെന്നറിയാം, അല്ലെ? 17 ഗ്രൂപ്പ് പി ബ്ലോക്ക് അല്ലേ? അപ്പൊ 17 എന്ന് പറയുമ്പോൾ പി ബ്ലോക്ക് എലമെന്റ് ആണെന്നറിയാം. പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എസ്സിലും പിയിലും, അതായത് പിയിലായിരിക്കും വന്ന് തീരുന്നത്, അല്ലെ? പി ബ്ലോക്ക് ആകുമ്പോൾ പിയിലായിരിക്കും വന്ന് തീരുന്നത്. പിയിലെയും എസ്സിലെയും കൂടി ആഡ് ചെയ്യുക, അതായത് 2 പ്ലസ് പിയിൽ എത്രയാണ് നമുക്ക് അറിയത്തില്ല, അത് നമുക്ക് എക്സ് എന്ന് ഇടാം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 10ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? നമ്മുടെ ഗ്രൂപ്പ് നമ്പറാണ് കിട്ടുന്നത്. ഗ്രൂപ്പ് നമ്പർ 17 വന്നിട്ടുണ്ട്. അപ്പം എക്സ് എത്രയായിരിക്കും? 10 2 12 5 17 വരും. അപ്പോൾ പിയിൽ എത്ര എലമെന്റ് വരും? 7 വരും. ഓക്കെ. അപ്പോഴേക്കും നമ്മുടെ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s2, 3p5. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? ഇനി റൈറ്റ് ദ പീരീഡ് നമ്പർ. പീരീഡ് നമ്പർ 3 ഷെല്ലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എഴുതാം. പീരീഡ് നമ്പർ എത്രയാണ്? 3 ആണ്. ഓക്കെ. ഇനി വാട്ട് വിൽ ബി ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ഇഫ് എക്സ് റിയാക്ട് വിത്ത് വൈ? അതായത് എക്സ് എന്ന് പറയുന്ന ഈ എലമെന്റ് റിയാക്ട് വിത്ത് വൈ, എക്സും വൈയും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ ഫോർമുല എഴുതാം. അപ്പം വൈ എന്ന് പറയുന്നത് 3rd പീരീഡിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. അതായത് 3rd പീരീഡിലുമാണ്. 3rd പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ഷെല്ലുണ്ട്? അതിൽ 3 ഷെല്ലുണ്ട്, അല്ലേ? പിന്നെ വിച്ച് കണ്ടെയ്ൻ 1 ഇലക്ട്രോൺ ഇൻ ദ പി സബ്ഷെൽ. പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ എന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് വൈയുടെ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2, 2s2, 2p6, 3s2, 3p1. അതായത് 3 പീരീഡ് നമ്പർ 3 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് 3 ഷെല്ലുണ്ടെന്ന് മനസ്സിലാക്കാം. 1 ഇലക്ട്രോൺ പി സബ്ഷെല്ലിലുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ 3p1 വരെ നമുക്ക് എഴുതാം. അപ്പം ഇതിൻ്റെ ബാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 2 1 3 ആയിരിക്കും. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, ഒരു എലമെന്റ്, വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ്. എക്സിന്റെ ബാലൻസ് എത്രയാണ്? 5 2 7 1 8. 8 അവൻ ഒരെണ്ണം ഇലക്ട്രോൺ ഇങ്ങോട്ട് സ്വീകരിക്കുക. അപ്പോൾ എക്സിന്റെ ബാലൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. വൈയുടെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ് ലാസ്റ്റ് ഇലക്ട്രോൺ. അപ്പം 3 കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം നമുക്കിത് കെമിക്കൽ ഫോർമുല ആകുമ്പോൾ എഴുതുമ്പോൾ ഒന്നില്ലെങ്കിൽ XY3 എഴുതാം. സോറി, XY3 അല്ല, നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഈ ബാലൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമല്ലോ. അപ്പം x1 y3, എക്സ് എന്നുള്ളതിൻ്റെ അടിയിൽ 3 പോകും, വൈയുടെ അടിയിൽ 1 വരും. അതായത് x3y അല്ലെങ്കിൽ yx3. ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും കെമിക്കൽ ഫോർമുല, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x3y അല്ലെങ്കിൽ yx3. ഓക്കെ, മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറയാം. എക്സ് എന്ന് പറയുന്ന അതിൻ്റെ ബാലൻസ് നമുക്ക് ഇവിടെ 1 എന്ന് പറഞ്ഞ് കിട്ടും. വൈയുടെ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3 എന്ന് പറഞ്ഞ് കിട്ടും. കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ഇതിൻ്റെ ബാലൻസുകൾ നമ്മൾ തിരിക്കും. അപ്പം വൈയുടെ 3 ഇവിടെയും വരും, എക്സിൻ്റെ 1 ഇവിടെയും വരും. അങ്ങനെ നമുക്ക് കെമിക്കൽ ഫോർമുല x3y എന്നോ അല്ലെങ്കിൽ yx3 എന്നോ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ 8th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അടുത്ത നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സർട്ടൻ സബ്ഷെൽ ആർ ഗിവൻ ബിലോ. കുറച്ച് സബ്ഷെല്ലുകൾ കൊടുത്തിട്ടുണ്ട്. 2s, 2d, 3f, 3d, 5s, 5p. വിച്ച് ആർ ദ സബ്ഷെൽസ് ദാറ്റ് ആർ നോട്ട് പോസിബിൾ? പോസിബിൾ അല്ലാത്ത സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ് പോസിബിൾ അല്ലാത്ത സബ്ഷെല്ലുകൾ? ഒന്നെന്ന് പറയുന്നത് 2d, രണ്ടാമതെന്ന് പറയുന്നത് 3f. അതാണ് നമ്മുടെ പോസിബിൾ അല്ലാത്ത സബ്ഷെല്ലുകൾ. അതെന്തുകൊണ്ടാണ് 2d 3f എന്ന് പറഞ്ഞു? 2d എന്ന് പറയുന്നത് നമുക്കറിയാം ഷെൽ നമ്പർ 2 ആണ്, അല്ലേ? 2 എന്ന് പറയുന്നത് എൽ ഷെല്ല്. അതിൽ എത്ര സബ്ഷെല്ലുകളുണ്ട്? ഓൺലി 2 സബ്ഷെൽ. ഏതൊക്കെയാ? എസും
പിയും മാത്രമേ ഉള്ളൂ അതിൽ സബ്ഷെൽ അല്ലേ. അപ്പോൾ ഒരിക്കലും ഡി എന്ന് പറയുന്ന സബ്ഷെൽ 2ൽ വരത്തില്ല. അതുകൊണ്ടാണ് 2D പോസിബിൾ അല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി 3F പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ 3 സബ്ഷെൽ എന്ന് പറഞ്ഞാൽ എം ഷെല്ലല്ലേ. എം ഷെല്ലിൽ 3 എണ്ണേ ഉള്ളൂ. ഏതൊക്കെയാ? എസും പിയും ടിയും അല്ലേ. 3 സബ്ഷെല്ലുകളുള്ളൂ. ഒരിക്കലും അതിൽ എഫ് എന്ന് പറയുന്ന സബ്ഷെല്ലുകൾ 3ൽ വരില്ല. അതുകൊണ്ടാണ് 2Dയും 3Fഉം നമ്മുടെ എന്താണ് ഇത് പോസിബിൾ അല്ല എന്ന് പറയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന്, അപ്പോൾ നമ്മൾ ഏതൊക്കെയാണെന്ന് എടുത്തെഴുതുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗീവ് റീസൺ ആണ്. അപ്പോൾ എന്താണ്? ഇൻ സെക്കൻഡ് സബ്ഷെൽ ദാറ്റ് ഈസ് എൽ സബ്ഷെൽ ഓൺലി 2 എൽ ഷെൽ ഓൺലി 2 സബ്ഷെൽ എസ് ആൻഡ് പി. ഇനി ഇൻ തേർഡ് സബ്ഷെൽ അല്ല തേർഡ് ഷെൽ അല്ലെങ്കിൽ എം ഷെല്ല് ഓൺലി 3 സബ്ഷെൽ ആർ ഗിവൺ. ഏതൊക്കെയാ? എസ് പി ആൻഡ് പി. അതാണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. കൺസിഡർ എന്താണ് 112 ലിറ്റർ ഓഫ് SO2 ഗ്യാസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കാൽക്കുലേറ്റ് GMM ഓഫ് SO2. SO2ൻ്റെ മോളിക്കുലാർ മാസ്. SO2 എന്ന് പറയുമ്പം എസിൻ്റെത് 32 പ്ലസ് ഓയുടെ 2 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ 16. അപ്പോൾ 16 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 64. അതായത് GMM എന്ന് പറയുന്നത് SO2ൻ്റെത് എത്ര കിട്ടും? 64 കിട്ടും. ഇനി ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് എന്ന് പറയുമ്പം 112 ലിറ്റർ അല്ലേ ഉള്ളത്. അപ്പം 112 ഡിവൈഡ് ബൈ STP ആകുമ്പം 22.4 5 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 5 × 6.022 × 10⁻²⁰. ഓക്കെ. അപ്പോൾ ഇതാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ GMM ഓഫ് ദ സെയിം വോളിയം ഓഫ് NH3. NH3 അറ്റ് STP. NH3 എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളിക്കുലാർ മാസ് എത്ര വരും? മോളിക്കുലാർ മാസ് എന്നിൻ്റെത് 14 പ്ലസ് ഹൈഡ്രജൻ്റെത് 3 17 വരും അല്ലേ. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ സെയിം തന്നെയാണെന്ന് പറഞ്ഞത്. അപ്പം എന്ത് വരും? 5 × 17 വരും അല്ലേ. ഈക്വൽ ടു എത്ര വരും? 85 ഗ്രാം. എന്താണ്? GMM 85 ഗ്രാം വരും. ഓക്കെ. ഇനി വാട്ട് ഈസ് ദ മോളിക്കുലാർ വെയ്റ്റ് ഓഫ് 112 ലിറ്റർ ഓഫ് SO2? എന്ത് വരും? 64 × 5 വരും. 5 എന്താണ്? നമ്മുടെ മോൾസ്. 64 ആണ് മോളിക്കുലാർ വെയ്റ്റ്. എത്ര വരും? 320 ഗ്രാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ, 9th ക്വസ്റ്റ്യനും 10th ക്വസ്റ്റ്യനും ക്ലിയർ ആയല്ലോ. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. നമ്മുടെ 11ാമത്തെ ക്വസ്റ്റ്യനാണ് സ്റ്റേറ്റ് ബോയ്സ് ലോ. ഞാനിവിടെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. At constant temperature, the volume of a definite mass of a gas is inversely proportional to its pressure. V proportional to 1/P. PV is a constant. ഇത്രയും തന്നെ ബോയ്സിലോ ചോദിക്കുമ്പോൾ എഴുതണം. അത് തന്നെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പാടില്ല. ലോ ആയിട്ട് എപ്പോഴും പറയണം. കാര്യം ലോ എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. അല്ലാണ്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ കാണാതെ പിടിച്ചെഴുതണമെന്നില്ല. നമ്മുടെ സെൻറ്റൻസിൽ എഴുതാം. പക്ഷേ ലോ പറയുമ്പം എപ്പോഴും എങ്ങനെയാണോ ലോ നമുക്ക് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ പറയുന്നത് അതേപോലെ തന്നെ പറയണം. ഇക്വേഷൻ അല്ലെങ്കിൽ കൂടെ ഇക്വേഷൻ കൊടുക്കണം. ഇത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ 2 മാർക്ക് കിട്ടണമെങ്കിൽ ഈ സെൻറ്റൻസും അതിൻ്റെ ഇക്വേഷനും കൂടി വന്നെങ്കിൽ മാത്രമേ 2 മാർക്ക് കിട്ടത്തുള്ളൂ. അത് ഇതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. അപ്പം ഇതിപ്പോൾ നേരെ സ്റ്റേറ്റ് ബോയ്സിലോ ചോദിച്ചിരിക്കുക. ചിലപ്പം ഇതിൻ്റെ ഒരു കണ്ടന്റ് പറഞ്ഞിട്ട് ഇത് ഏത് ലോയാണെന്ന് ചോദിക്കാം, പേര് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പം തിരിച്ചും മറിച്ചും ചോദിച്ചാൽ എഴുതാൻ അറിഞ്ഞിരിക്കാം. അതാണ് ഇങ്ങനെ തന്നെ എഴുതണം. ഓക്കെ. അപ്പം ഇപ്പം ഇനി സെൻറ്റൻസ് വൈസ് കിട്ടിയില്ലെങ്കിൽ പോലും ഇക്വേഷൻ എഴുതി വെക്കാം. ഓക്കെ. ഇക്വേഷൻ അപ്പം മാർക്ക് കിട്ടും. ഇക്വേഷൻ തന്നെയാണ് സെൻറ്റൻസ്. ഇത് സെൻറ്റൻസ് രൂപത്തിലാക്കുന്നതാണ് ഈ ലോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സൈസ് ഓഫ് എയർ ബബിൾ എൻലാർജ് വെൻ ഇറ്റ് റൈസസ് ഫ്രം. നമ്മൾ പറഞ്ഞായിരുന്നു അക്വേറിയത്തിൻ്റെ മേലോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ എന്താണ് മറ്റേ ബബിൾസിൻ്റെ വലിപ്പം കൂടുന്നതും കുറയുന്നതും നമ്മൾ പറഞ്ഞായിരുന്നു. അതിൻ്റെ റീസണും ഉണ്ട്. ദ ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഹാവ് മോർ പ്രഷർ ഹെൻസ് ദ സൈസ് ഓഫ് മോളിക്യൂൾ ഡിക്രീസസ്. അതായത് അക്വേറിയത്തിൻ്റെ ബോട്ടത്തിൽ എന്ന് പറയുമ്പം പ്രഷർ കൂടുതലാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ആ ഒരു സൈസ് എന്ന് പറയുന്നത് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അതായത് താഴേന്ന് പറയുമ്പോൾ പ്രഷർ കൂടുതലാണ്, അതുകൊണ്ട് തന്നെ വോളിയം കുറവാണ്. അതുകൊണ്ട് ബബിൾസിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കും. മേലോട്ട് ചെല്ലുമ്പോഴേക്കും എന്താണ് പ്രഷർ ഡിക്രീസ് ചെയ്യും. സോ സൈസ് എൻലാർജ് ചെയ്യും. അതാണ് ഇതിൻ്റെ ആൻസർ. ഇത് ഇഷ്ടമുള്ള പോലെ നമ്മുടെ സെൻറ്റൻസിൽ നമുക്കായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. പക്ഷെ ലോ എപ്പോഴും ലോ ആയിട്ട് തന്നെ എഴുതാം. അപ്പോൾ നമ്മളിപ്പം 11 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.